Hi everyone, once again welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലെറ്ററിലെ 3 കാര്യങ്ങളാണ്. അതായത് നമ്മൾ ലെറ്റർ വായിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് 3 കണ്ടൻറ് ആയിരിക്കും ഉള്ളത്. അതായത് റിലവൻറ്റ് ഡേറ്റ, സെമി റിലവൻറ്റ് ഡേറ്റ ആൻഡ് ഇറലവൻറ്റ് ഡേറ്റ. ഈ 3 തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റിലവൻറ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ലെറ്ററിനകത്ത് എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും ഈ റിലവൻറ്റ് ഡേറ്റയ്ക്കകത്ത് വരും. അത് നമ്മളൊന്നും തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതിൽ ഇറലവൻറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഇറലവൻ്റ് ആണ്, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ഈ ലെറ്ററിനകത്ത് വരാനേ പാടില്ല. അത് വന്നാലും പ്രശ്നമാണ്. റിലവൻറ്റ് ഡേറ്റ നമ്മൾ വരുത്തിയില്ലെങ്കിലും നമുക്ക് മാർക്ക് പോകും. ഇനി എന്താണ് ഈ സെമി റിലവൻറ്റ് ഡേറ്റ? ഈ സെമി റിലവൻറ്റ് ഡേറ്റ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ കാണും, അത് വലിയ ഇമ്പോർട്ടൻസും കാണത്തില്ല, നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ബട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ ചില ലെറ്റേഴ്സ് തീരെ ചെറുതായിരിക്കും. നമ്മളിപ്പം നോൺ ജി പിക്ക് എഴുതുന്ന ലെറ്റർ, അതായത് നോൺ കേസസ് ലെറ്ററിൽ സോഷ്യൽ പാരഗ്രാഫ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ജി പിക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ലെറ്റർ ഓട്ടോമാറ്റിക്കലി ഒത്തിരി ചെറിയ ലെറ്റർ ആയിരിക്കും. സോ നമുക്ക് ലെറ്റർ കൗണ്ട് ഒത്തിരി കുറവായിരിക്കും, ഒരു 160 150 ആ ഒരു റേഞ്ചിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം നമുക്ക് ചില കാര്യങ്ങൾ അവിടെ എഴുതാം. അത് നമ്മൾ സെമി റിലവൻറ്റ് ഡേറ്റ എന്നും പറയും. അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ നോർമൽ ലെറ്റേഴ്സിൽ നമ്മളിപ്പം സോഷ്യൽ പാരഗ്രാഫ് എഴുതുമ്പം ചില ഡിസീസ് കണ്ടീഷൻസ് ഒന്നും ഈ റീഡറിന് ആവശ്യമുള്ളതായിരിക്കത്തില്ല. അപ്പം അത് വേണമെങ്കിൽ എഴുതാം, അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സെമി റിലവൻറ്റ് ഡേറ്റയ്ക്കകത്ത് വരുന്നത്. ഇനി റിലവൻറ്റ് ഡേറ്റ. സോ റിലവൻറ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ലെറ്ററിൽ ത്രൂ ഔട്ട് ഈ റിലവൻറ്റ് ഡേറ്റ നമ്മൾ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാരഗ്രാഫിൽ നമ്മൾ എഴുതിയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് മാർക്ക് പോകും. അവിടെ ബേസ് സ്കോർ കിട്ടാനോ അല്ലെങ്കിൽ C+ കിട്ടാനുള്ള ചാൻസ് ഒത്തിരി കുറവായിരിക്കും. ഇനി നമ്മൾ റിലവൻറ്റ് ഡേറ്റിൽ എന്തൊക്കെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് നോർമൽ നമുക്കിപ്പം അറിയാമല്ലോ, പേഷ്യൻറ്റിൻ്റെ ഇപ്പോൾ നമുക്കൊരു റൈറ്റിംഗ് ടാസ്ക് നമുക്ക് കൈ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമേ ഇപ്പോൾ കേസ് നോട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ റൈറ്റിംഗ് ടാസ്കിലേക്ക് പോകും. റൈറ്റിംഗ് ടാസ്ക് മുതൽ നമ്മൾ വായിച്ചിട്ട് പിന്നെ കേസ് നോട്ടിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ വായിച്ച് വരിക ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ വായിക്കാവുള്ളൂ. ആദ്യം തന്നെ വായിച്ച് പോകരുത്. ഫസ്റ്റ് റൈറ്റിംഗ് ടാസ്ക് വായിക്കുക. ആ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അവിടുന്ന് തുടങ്ങി പിന്നെ വേണം നിങ്ങൾ കേസ് നോട്ടിൻ്റെ ആദ്യം മുതൽ വായിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിങ്ങനെ വായിച്ച് വരുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവുക. അതെല്ലാം തന്നെ റിലവൻറ്റ് ഡേറ്റയ്ക്കകത്ത് വരുന്നതായിരിക്കും. ഇനി ഞാനൊരു കേസ് നോട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. ഈ കേസ് നോട്ടിനകത്ത് എങ്ങനെയാണ് റിലവൻറ്റ് ഡേറ്റ, സെമി റിലവൻറ്റ് ഡേറ്റ, ഇറലവൻറ്റ് ഡേറ്റ എടുക്കേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് മിസ്റ്റർ ജനത്തോൺ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് നോട്ടാണ്. അപ്പം നമ്മൾ ആദ്യമേ പോകുന്നത് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിലേക്കാണ്. സോ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ ടു ദ ഡയറക്ടർ ജനറൽ റിപ്പാട്രിയേഷൻ ഹോസ്പിറ്റൽ ഡോ പാർക്ക് യൂസിങ് ദ ഇൻഫോർമേഷൻ എബോ. സോ ഇതിനകത്ത് നമുക്ക് വലുതായിട്ട് ഉള്ള റിലവൻറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് എഴുതുന്നുണ്ട്, ഡയറക്ടറിനാണ്, പേര് കൊടുത്തിട്ടില്ല. ജനറൽ ഫെഡറേഷൻ ഹോസ്പിറ്റൽ അവിടെ അഡ്രസ്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിലവൻറ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് നമ്മൾ എഴുതുന്ന റീഡർ, അവരുടെ അഡ്രസ്സ്. സോ ഇത്രയും നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു. അത് നമ്മൾ അഡ്രസ്സിൽ എഴുതുന്നു. അവിടെ അതിൽ കൂടുതലായിട്ട് നമുക്ക് അവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ കേസ് നോട്ടിൻ്റെ ആദ്യം മുതൽ പോകുന്നു. സോ കേസ് നോട്ടിൻ്റെ ആദ്യം മുതൽ പോകുമ്പോൾ എവിടേക്കാണ് ഞാൻ റെഡിങ്ങിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം തന്നെ റിലവൻറ്റ് ഡേറ്റയാണ്. അല്ലാത്തതെല്ലാം തന്നെ സെമി റിലവൻറ്റ് അല്ലെങ്കിൽ ഇറലവൻറ്റ് ഡേറ്റയ്ക്കകത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നു. നോട്ട്സിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽ നെയിം ഉണ്ട്, നമുക്കത് വേണ്ട. പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, അപ്പോൾ ഇത് വേണം. നെയിം ജനത്തോൺ സിംഗ്, ഏജ് 63 years, മറൈറ്റൽ സ്റ്റാറ്റസ് മാരീഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിലവൻറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. നമ്മളതിനകത്തെ അഡ്രസ്സ്, പേഷ്യൻ്റെ അഡ്രസ്സ് നമ്മൾ നോൺ കേസ് ആണോ അല്ലയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അഡ്രസ്സ് രണ്ടും കമ്പയർ ചെയ്ത് നോക്കും. അഡ്രസ്സ് രണ്ടും സെയിം അല്ല എന്നുണ്ടെങ്കിൽ അത് നോൺ കേസായിട്ട് തന്നെ എടുക്കുക. അത് നോൺ കേസ് അല്ല. പിന്നെ നെക്സ്റ്റ് ഓഫ് കിനൊന്നും നമുക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല ഈ ലെറ്ററിനകത്ത്. സോ നമ്മളത് മാരീഡ് സ്റ്റാറ്റസ് മാത്രം സോഷ്യൽ ഹിസ്റ്ററി പാരഗ്രാഫിനകത്ത് എഴുതാൻ വേണ്ടി മാരീഡ് എടുത്തു. അപ്പോൾ ഞാനിത് ആദ്യമേ റൈറ്റിംഗ് ടാസ്ക് വായിക്കുന്നത് പറഞ്ഞ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാകും ഏത് നോൺ കേസ് ലെറ്റർ ആണോ അൺനോൺ കേസ് ലെറ്റർ ആണോ എന്ന്. അപ്പോൾ നോൺ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ പാരഗ്രാഫിനകത്തോ പേഴ്സണൽ ഹിസ്റ്ററിയിലോ പാസ്റ്റ് മെഡിക്കലോ പാസ്റ്റ് സർജിക്കൽ ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട. കാരണം നമ്മൾ ആ പാരഗ്രാഫിൽ എഴുതാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റൈറ്റിംഗ് ടാസ്ക് ആദ്യമേ വായിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇതൊരു ഡയറക്ടറിനാണ് എഴുതുന്നത്, ജനറൽ റിപ്പാട്രിയേഷൻ ഹോസ്പിറ്റലിലേക്കാണ് എഴുതുന്നത്. അപ്പോൾ അഡ്രസ്സും ഒന്നും ഒരുപോലെയല്ല. അപ്പോൾ ഇതെന്നാലും നോൺ കേസ് അല്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണം.
സോ അഡ്മിഷൻ ഡേറ്റ് നെക്സ്റ്റ് അത് അത്യാവശ്യമാണ്, കാരണം നമ്മുടെ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് എഴുതുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ അഡ്രസ്സ് കൊണ്ടാണ്. സോ നമുക്ക് അഡ്രസ്സ്, അഡ്മിഷൻ ഡേറ്റും വേണം, ഡിസ്ചാർജ് ഡേറ്റും വേണം. സോ മോസ്റ്റ്ലി ഡിസ്ചാർജ് ഡേറ്റ് അന്നായിരിക്കും നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ എക്സാം ഡേറ്റ് തന്നെയായിരിക്കും 99% നമ്മുടെ ലെറ്റർ ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ടുഡേയ്സ് അന്നത്തെ ഡേറ്റ് വെച്ചിട്ട് തന്നെയായിരിക്കും ഡിസ്ചാർജ് ഉള്ളത്. നെക്സ്റ്റ് ഡയഗ്നോസ് നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹിയർ അഡ്മിഷൻ ഡേറ്റ് 22/10/2008, ഡിസ്ചാർജ് ഡേറ്റ് 26/10/2008. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. നെക്സ്റ്റ് ഡയഗ്നോസിസ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഹോം കെറോസിൻ ഹീറ്റർ. സോ അത് നമുക്ക് വേണം, കാരണം അത് നമ്മൾ ലെറ്ററിൽ എന്നായാലും എഴുതി പറ്റും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് ഒരിക്കലും ക്രമത്തിലുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ ഫുൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം പേഷ്യൻ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അഡ്മിഷൻ, ഡിസ്ചാർജ് ഉണ്ട്, ഡയഗ്നോസിസ് ഉണ്ട്, പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പണ്ടത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്മിഷൻ സമയത്ത് നടന്ന കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റ്, ഒബ്സർവേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഇറലവൻറ്റ് ഡേറ്റാസ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഡിസ്ചാർജ് പ്ലാൻ ഉണ്ട്, പിന്നെയാണ് റൈറ്റിംഗ് ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് വലിയ കൺഫ്യൂഷൻ വരത്തില്ല, ക്രമമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചിലതിനകത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്രമം തെറ്റിച്ചായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് അത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറണം. അതായത് പ്രസൻറ്റ് മെഡിക്കൽ പാരയിൽ വരുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ്, സോഷ്യൽ പാരയിൽ വരുന്ന സെപ്പറേറ്റ്, ഡിസ്ചാർജ് പ്ലാനിലുള്ളത്, റെക്കമെൻഡേഷൻ പാരഗ്രാഫിനകത്ത് എഴുതാനുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ്. അപ്പോൾ അതോരോന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങളത് സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് പോയിക്കണം. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നമുക്കിനി വേണ്ടത് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, സോഷ്യൽ പാരഗ്രാഫിനകത്ത് എഴുതാനുള്ള കണ്ടൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവർ നെക്സ്റ്റ് കാറ്ററാക്ട് സർജറി ചെയ്തിട്ടുണ്ട് 12/5/99. അതുപോലെ സർജിക്കൽ റിപ്പയർ ഓഫ് പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ചെയ്തിട്ടുണ്ട്, ആൻഡ് സോറിയാസിസ്. അപ്പം നമുക്ക് ഇവിടെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഇമ്പേർഡ് വിഷൻ, ഗ്ലാസസ്, അതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ടത് ഈ സർജറി ചെയ്തിട്ടുണ്ട്, സർജറീസ്, 2 സർജറീസിൻ്റെ കാര്യം, പിന്നെ സോറിയാസിസ്, ഇമ്പേർഡ് വിഷൻ ആൻഡ് ഗ്ലാസസ് യൂസ് ചെയ്യുന്ന കാര്യം വേണ്ട, കാരണം ഈ പേഷ്യൻ്റ് 63 ഇയേഴ്സ് ആയത് കാരണം അത് നമുക്ക് വലിയ പ്രാധാന്യമില്ല. അതൊരു ഒപ്താ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ എഴുതണമായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ അത് സെമി റിലവൻ്റ് എന്ന് പറഞ്ഞ് മാറ്റുന്നത്. ഓക്കെ, ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതെല്ലാം റിലവൻ്റ് ആണ്, അല്ലാത്തത് ഇറലവൻ്റിനകത്തും വരും, സെമി റിലവൻ്റിനകത്തും വരും. അപ്പോൾ ഇവിടെ കോൺസ്റ്റിപ്പേഷൻ നമുക്കത് ആവശ്യമില്ല, അത് ശരിക്കും ഇറലവൻ്റ് ആണ്. ഇമ്പേർഡ് വിഷൻ ആൻഡ് ഗ്ലാസസ് അത് സെമി റിലവൻ്റ് ആണ്, വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തതാണ് സോഷ്യൽ ആൻഡ് സപ്പോർട്ട്സ്. റിട്ടയർഡ് ബാങ്ക് എംപ്ലോയി, അത് വേണമെങ്കിൽ എഴുതാം, അതും സെമി റിലവൻ്റ് ആണ്. ലീവ്സ് വിത്ത് വൈഫ് ആൻഡ് അഡോപ്റ്റഡ് ഡോട്ടർ, അത് നമുക്ക് വേണം, കാരണം സോഷ്യൽ പാരഗ്രാഫിനകത്ത് നമ്മൾ എഴുതുമ്പോൾ ലീവ്സ് വിത്ത് വൈഫ് അത് നമുക്ക് ആവശ്യമുണ്ട്. ദെൻ ഡേ 1. സോ ഡേ 1 അപ്പം ബോത്ത് ഓവർസീസ് അറ്റ് പ്രസൻറ്റ്, അതും ആവശ്യമുണ്ട്, കാരണം ഈ കേസിൽ പേഷ്യൻ്റ് തന്നെയാണ് വീട്ടിൽ താമസിക്കാൻ പോകുന്നത്, കാരണം വൈഫും മോളും ഓവർസീസിലാണ്, അതുകൊണ്ടാണ് നമുക്ക് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഡേ 1 പേഷ്യൻ്റ് വന്ന അന്ന് 22/10/2008 ഓൺ എക്സാമിനേഷൻ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റേഷൻ്റെ ഡേറ്റ്, പ്രസൻറ്റ് ചെയ്ത സമയത്തെ കംപ്ലയിൻറ്റ്സ്, നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ, എന്താണ് ഡയഗ്നോസ് ചെയ്തത്, ഇതെല്ലാ കേസ് ലെറ്ററിനകത്തും നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, അത് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡേ 1 എന്തൊക്കെയാണ്, വൈഡ്ലി ഡയലേറ്റഡ് പ്യൂപ്പിൾസ്, അൺകോൺഷ്യസ് ആയിട്ടാണ് വന്നത്, കോൾഡ് ആൻഡ് ക്ലാമി സ്കിൻ, ചെറി റെഡ് ലിപ്സ് ആൻഡ് സ്കിൻ ഡിസ്നിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്നപ്പോൾ ഉള്ള കംപ്ലയിൻറ്റ്സ്. അപ്പോൾ നമ്മളതെല്ലാം തന്നെ വേണം. ഇനി നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണമെങ്കിൽ 1-2 നമുക്ക് അവോയ്ഡ് ചെയ്യാം, കാരണം 4 കൂടുതൽ ചീഫ് കംപ്ലയിൻറ്റ്സ് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ ഇൻ ഫിസിക്കൽ എക്സാമിനേഷൻ അസിസ്റ്റ് ഫോർ ഹെഡ് ഇഞ്ചറി. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തുകൊണ്ടാണ് ഞാൻ അത് അണ്ടർലൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കാരണം നെഗറ്റീവ് റിസൾട്ട് ഇതൊന്നും നമുക്ക് ലെറ്ററിനകത്ത് എഴുതേണ്ട ആവശ്യമില്ല. അത് സ്പെസിഫിക് ആയിട്ട് അതിനവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, അസിസ്റ്റ് ഫോർ ഹെഡ് ഇഞ്ചറി ഓർ അതർ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് കോസിങ് കോമ, നെഗറ്റീവ് റിസൾട്ട്, അത് നെഗറ്റീവ് റിസൾട്ടാണ്. സോ നമുക്കത് വേണ്ട, അതാണ് നമ്മൾ ഇറലവൻറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി ബ്ലഡ് ടെസ്റ്റ് ഫോർ ബ്ലഡ് ഷുഗർ 2, ദാറ്റ് ഇസ് ക്വയറി ഫോർ ഡയബറ്റിക് കോമ, നെഗറ്റീവ്. ഇത് സസ്പെക്റ്റഡ് ആയിരുന്നു, ബട്ട് അത് നെഗറ്റീവാണ്, അപ്പോൾ നമുക്കതും വേണ്ട. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഇറലവൻറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും അവോയ്ഡ് ചെയ്ത് കളയുക. അടുത്ത നമ്മൾ ട്രീറ്റ്മെൻറ്റിനകത്ത്, അപ്പോൾ ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ കുറേ പാരഗ്രാഫ്സ് കാണും, അതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ബട്ട് നിങ്ങളത് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, മോസ്റ്റ്ലി എല്ലാ പാരഗ്രാഫിനകത്തും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്ന് പ്രോഗ്രസ്, അതായത് പേഷ്യൻ്റെ പ്രോഗ്രസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കവിടെ എല്ലാം ഓവറോൾ നോക്കിയിട്ട് ഓവറോളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇന്ന ദിവസം ഇന്ന ഇമ്പ്രൂവ്മെൻറ്റ് നടന്നു, അടുത്ത ദിവസം അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് നടന്നു, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ഓക്സിജൻ സാച്ചുറേഷൻ 90% on 2 ലിറ്റർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പേഷ്യൻറ്റിന് ഓക്സിജൻ കൊടുത്തിട്ടുണ്ട് 2 ലിറ്റർ പെർ മിനിറ്റ്, അത് നേസൽ സ്പെക്സ് യൂസിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് കൊടുക്കുക.
പിന്നെ ഉള്ളത് അവേർലി അസസ്മെൻറ്റ്, അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. NG2 ഫീഡിങ് ഉണ്ടായിരുന്നു, അത് വേണം. ദെൻ നീസ് ഫ്ലെക്സ്ഡ് യൂസിങ് പില്ലോ, അതൊരു അസിസ്റ്റഡ് ഡിവൈസ് ആണ്, അപ്പോൾ അത് വേണം. ഫുഡ് ബോർഡ് ടു പ്രിവെൻറ്റ് ദ ഫുഡ് ഡ്രോപ്പ്, അത് വേണം. പിന്നെ പ്രഷർ കെയർ ഏരിയയിൽ നമ്മൾ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ബാക്ക് റബ്സ്, അതും നമ്മൾ ചെയ്ത ഒരു കെയർ ആണ്, അത് വേണം. ദെൻ ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ ഉണ്ടായിരുന്നു, അത് വേണം. സ്കിൻ കെയർ ഫോർ സോറിയാസിസ്, സോ ഇത്രയും കെയർ ആണ് നമ്മളവിടെ കൊടുത്തത്. അപ്പോൾ അതെല്ലാം റിലവൻ്റിനകത്ത് വരും. പിന്നെ ഈ അവേർലി അസസ്മെൻറ്റ് വൈറ്റസൻസ് അതൊക്കെ റിലവൻ്റ് ആണ്. കാം എൻവയോൺമെൻറ്റ് കൊടുത്തു, അസ്പെക്ട്സ് നമ്മൾ ചെക്ക് ചെയ്തു, വിസിറ്റർ വന്ന് ചെക്ക് ചെയ്ത്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, ലെറ്ററിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇറലവൻ്റ് ആയിട്ട് മാറ്റി. നെക്സ്റ്റ് ഒബ്സർവേഷനകത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 2-3 പാരഗ്രാഫിനകത്തെല്ലാം ആവശ്യമില്ലാതെ സെയിം റെപ്പിറ്റേഷൻ, അതായത് സെയിം റെപ്പിറ്റേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും വേണ്ട, അതെല്ലാം ഇറലവൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്കതിനകത്തുള്ളത് ആകപ്പാടെ ഉള്ളത് ഒബ്സർവേഷനിൽ പേഷ്യൻ റിഗെയിൻഡ് കോൺഷ്യസ്നെസ് വിത്ത് റൈറ്റ് ഹെമിപ്ലീജിയ. അപ്പോൾ ആ കോൺഷ്യസ്നെസ് മാറി അത് റീഗെയിൻ ചെയ്തപ്പം അവർ ഡയഗ്നോസ് ചെയ്തു പേഷ്യൻറ്റിന് റൈറ്റ് ഹെമിപ്ലീജിയ ആണെന്ന് കൺഫേം ചെയ്തു. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് റിലവൻ്റ് ആയിട്ട് ആ ഒരു പാരഗ്രാഫിനകത്ത്. വേറെ ഒന്നും തന്നെ നമുക്കവിടെ റിലവൻ്റ് ആയിട്ടില്ല. അടുത്ത Day 3 പറയുവാണെങ്കിലും സെയിം തന്നെയാണ് അവർ മാനേജ്മെൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ നമ്മളതെല്ലാം നമുക്ക് വേണ്ട, അല്ല നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് പാസീവ് എക്സസൈസസ് കമൻസ് ചെയ്തു തുടങ്ങി, അതാണ് നമുക്കവിടെ വേണ്ടത്. കാരണം ഗ്രാജുവലി പേഷ്യൻറ്റിന് എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. പിന്നെ പ്രഷർ കെയർ ഏരിയ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ പൊസിഷൻ പാക്ക്, നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളത് കാരണം അത് തന്നെയാണ്, അതിവിടെ നമുക്കൊന്നും റിപ്പീറ്റഡ് വേണ്ട. ശരിക്കും പറഞ്ഞാൽ അത് എഴുതുമ്പോൾ കോപ്പണായിട്ട് എഴുതിയാൽ മതി. ഇനി ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ കുറച്ച് പ്രോഗ്രസ്സിൽ വരുമ്പം റൈറ്റ് സൈഡ് വീക്ക്നെസ് ആണ് അവസാനം, റൈറ്റ് സൈഡ് വീക്ക്നെസ്സിൽ വന്ന് നിൽക്കുന്നു. കംഫർട്ടബിൾ ആണ്, ഡിപ്രസ്ഡ്, ബട്ട് അവിടെ ഒരു പുതിയതായിട്ടുള്ളൊരു ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആണ് ബട്ട് ഡിപ്രസ്ഡ് ആണ്, ആങ്ഷ്യസ് അബൌട്ട് ദ പ്രോഗ്നോസിസ്, അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി നെക്സ്റ്റ്, കാരണം നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് റിപ്പാട്രിയേഷൻ ഹോസ്പിറ്റലിലേക്കാണ് എഴുതുന്നത്, അപ്പോൾ കുറച്ച് കറൻറ്റ് സ്റ്റാറ്റസിലേക്ക് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം. പിന്നെ Day 4 നമുക്കവിടെ പറയാനുള്ളത് റേഞ്ച് ഓഫ് മോഷൻ ഗ്രാജുവലി ഇൻക്രീസ് ആയി, അപ്പോൾ ഒരു പ്രോഗ്രസ് ആണ് അവിടെ, വേറെ ഒന്നും നമുക്കവിടെ വേണ്ട, കാരണം അതെല്ലാം റിപ്പീറ്റേഷൻ തന്നെയാണ്. പിന്നെ ഡയറ്റ്, നോർമൽ ഡയറ്റും ഫ്ലൂയിഡ് ഡയറ്റ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഒബ്സർവേഷൻ അത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് മെൻ്റലി സ്റ്റേബിൾ ബട്ട് ഡിപ്രസ്ഡ്, നമ്മൾ വരെ പറഞ്ഞ സെയിം കാര്യം തന്നെ, സ്റ്റഡി പ്രോഗ്രസ് നടക്കുന്നുണ്ട്. ഇനി ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ് ഡിസ്ചാർജ് ടുമോറോ ആൻഡ് ഫർദർ റിഹാബിലിറ്റേഷൻ അറ്റ് ദ ജനറൽ റിപ്പാട്രിയേഷൻ ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ്, എന്തുകൊണ്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു കൺക്ലൂഷൻ എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ വരുന്നത്. അതായത് ഡോക്ടർ ഹാസ് അഡ്വൈസ് ഡിസ്ചാർജ് ടുമോറോ, അതായത് ഫർദർ റിഹാബിലിറ്റേഷൻ വേണ്ടി, ഇപ്പം പേഷ്യൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടില്ല, ഇത് പേഷ്യൻറ്റ് റിഹാബിലിറ്റേറ്റീവ് ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ, അപ്പോൾ അതുകൊണ്ടാണ് അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിടുന്നത്. ഇനി നഴ്സിംഗ് മാനേജ്മെൻറ്റിൽ കംഫർട്ടബിൾ സ്റ്റേബിൾ എൻവയോൺമെൻറ്റ്, സ്കിൻ ഇൻറ്റഗ്രിറ്റി, ഡയറ്റ്, ഇതെല്ലാം തന്നെ നമ്മുടെ റിപ്പീറ്റേഷൻ ആയതാണ്, ഇതെല്ലാം ഇറലവൻ്റ് ഡേറ്റയ്ക്കകത്തേ വരത്തുള്ളൂ. ഇനി ഡിസ്ചാർജ് പ്ലാൻ, ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ എഴുതേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി അതെല്ലാം തന്നെ, ഇതിലെല്ലാം തന്നെ നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണോ ആവശ്യമുള്ളത്, ഇതൊരു സോഷ്യൽ വർക്കറിനുള്ളൊരു ലെറ്റർ ആയിരുന്നെങ്കിൽ ആ നഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ അണ്ടർലൈൻ ചെയ്യത്തില്ല. അതേസമയം ഇതൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എഴുതുന്നുണ്ടെങ്കിൽ ഇതിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും എക്സസൈസും ഒഴികെ ബാക്കിയൊന്നും നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ അതുപോലെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു ഹോസ്പിറ്റലിലേക്ക് റിഹാബിലിറ്റേഷന് വേണ്ടിയാണ് അയക്കുന്നത്, അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഡെയിലി അസസ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഫ്രം ഫിസിയോതെറാപ്പിസ്റ്റ് അത് നമുക്ക് ആവശ്യമുണ്ട്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആവശ്യമുണ്ട്, സിക്കാട്രിസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, മൊബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് ഫോളോവിങ് ദ ആക്സിഡൻറ്റ്. അപ്പം ഇതെല്ലാം തന്നെ, അതായത് സൈക്കാട്രിസ്റ്റ് വിസിറ്റ് ടു ബി ഇനിഷ്യേറ്റഡ് റിഗാർഡിംഗ് ഡിപ്രഷൻ കോസ്ഡ് ബൈ ദ ലോസ് ഓഫ് മൊബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ അതായത് അവർ പറയുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം, ഒക്കുപേഷൻ തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം, ഒരു സൈക്കാട്രിസ്റ്റ്, ഈ 3 പേരുടെയും ആവശ്യമുണ്ട് ശരിക്കും റിഹാബിലിറ്റേറ്റീവ് തെറാപ്പിക്ക്. അപ്പോൾ അത് കാരണം നമുക്കതൊന്നും തന്നെ അവോയ്ഡ് ചെയ്യാനില്ല, അതെല്ലാം തന്നെ റിലവൻറ്റ് ഡേറ്റയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യണത്, എങ്ങനെയാണ് റിലവൻറ്റ് ഡേറ്റ, സെമി റിലവൻറ്റ് ഡേറ്റ ആൻഡ് ഇറലവൻറ്റ് ഡേറ്റ. അപ്പോൾ ഞാനകത്ത് അണ്ടർലൈൻ ചെയ്ത റെഡിങ് കൊണ്ട് അണ്ടർലൈൻ ചെയ്തതെല്ലാം തന്നെ റിലവൻറ്റ് ഡേറ്റയാണ്, അണ്ടർലൈൻ ചെയ്യാത്തതെല്ലാം തന്നെ ഒന്നെങ്കിൽ അത് സെമി റിലവൻറ്റ് അല്ലെങ്കിൽ ഇറലവൻറ്റിൽ വരും. അപ്പോൾ ഈ സെമി റിലവൻറ്റ് എന്ന് പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് അല്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കെയറും എല്ലാം തന്നെ ഇറലവൻറ്റ് ഡേറ്റയാണ്. കാരണം അത് നമുക്ക് റിപ്പീറ്റേഷൻ ആവശ്യമില്ല, ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അണ്ടർസ്റ്റുഡ് ആണ്, അത് പിന്നെ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റർ വെറുതെ ബോറിംഗ് ആയി പോകത്തേ ഉള്ളൂ. അതുപോലെ നമ്മളൊരു ഡയറക്ടറിനാണ് എഴുതുന്നത്, അപ്പോൾ ഒത്തിരി മെഡിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ആരാണ് നമ്മുടെ റീഡർ, അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ റിലവൻറ്റും സെമി റിലവൻറ്റും ഇറലവൻറ്റ് എല്ലാം എടുക്കാൻ വേണ്ടി.
അതായത് ഇപ്പോൾ നമ്മളൊരു ഡയറക്ടറിനെ എഴുതുമ്പം അയാൾക്ക് മെഡിക്കലി ഉള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇറലവനാണ്, കാരണം അവർക്കതൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ അങ്ങനെ വേണം അതിൻ്റെ കാര്യം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. അതേസമയം ഇപ്പോൾ നമ്മളൊരു മ്യൂസിക് തെറാപ്പിസ്റ്റിനാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നമ്മൾ മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളോ ഡയറ്ററി കാര്യങ്ങളോ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ആ പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് മ്യൂസിക് സെലക്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് അതിനോട് ഇഷ്ടം വന്നത്, ഒരു ബിഹേവിയറൽ ചേഞ്ചസ് മാറ്റം വന്നോ, അതുപോലെ തന്നെ മ്യൂസിക് ഉള്ളത് കൊണ്ടാണോ അയാൾക്ക് മാറ്റം വന്നത്, ഇനി നമ്മൾ എന്താണ് പ്രതീക്ഷ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ആ കേസ് നോട്ടിനകത്ത് ആവശ്യം വരുന്നത്. അതേസമയം നമ്മളൊരു ഫാർമസിസ്റ്റിന് എഴുതുവാണെങ്കിൽ റിലേറ്റഡ് ടു മെഡിക്കേഷൻ്റെ യൂസേജ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെൻഡോളിൻ ഇൻഹേലറിൻ്റെ യൂസ് ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ അവർക്ക് അറിയത്തില്ല, അവരതങ്ങനെ ചെയ്യാത്തത് കാരണം ഇങ്ങനെ സംഭവിച്ചു, ഇതൊക്കെയാണ് റിലവൻറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം റീഡർ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ കാറ്റഗറൈസേഷൻ ചെയ്യുമ്പം ആദ്യമേ തന്നെ റൈറ്റിംഗ് ടാസ്ക് വായിക്കുക, ആർക്കാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അവരുടെ സ്കോപ്പ് ഓഫ് സർവീസസ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ നഴ്സസ് ആയത് കാരണം ഓൾമോസ്റ്റ് എല്ലാ നോൺ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരുടെയും സ്കോപ്പ് ഓഫ് സർവീസ് എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാലും ഒരു ഫിസിഷ്യൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നഴ്സ് എന്താണ് ചെയ്യുന്നത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ജോലി എന്താണ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ജോലി എന്താണ്, ഒരു ഫാർമസിസ്റ്റ് എന്താണ് ചെയ്യുന്നത്, മ്യൂസിക് തെറാപ്പിസ്റ്റ് എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കോപ്പ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഐഡിയ നമുക്ക് എന്തായാലും കാണാതിരിക്കില്ല. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ സെഗ്രിഗേഷൻസ് ചെയ്യാൻ വേണ്ടി, റിലവൻറ്റും ഇറലവൻറ്റും സെമി റിലവൻറ്റും. അതായത് ഒരു കേസ് നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് 2-3 ആൾക്കാർക്ക് എഴുതാനുള്ള സെയിം കണ്ടൻറ് ഉണ്ടായിരിക്കും. അതായത് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റ് ഒരു നോൺ നേറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റിൻ്റെ ഒരു കേസ് നോട്ട് കിട്ടുവാണെങ്കിൽ അതിൽ തന്നെ ചിലപ്പം ഒരു കമ്മ്യൂണിറ്റി നഴ്സിന് എഴുതാനുള്ള ലെറ്റർ കണ്ടൻറ് അതിനകത്തുണ്ടായിരിക്കും, ഒരു സോഷ്യൽ വർക്കറിന് എഴുതാനുള്ള കണ്ടൻറ് കാണും, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതാനുള്ള കണ്ടൻറ് അങ്ങനെ കാണാം. അപ്പം പലർക്ക് എഴുതാനുള്ള കണ്ടൻറ് ഒരേ കേസ് നോട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണും. അപ്പം അതിൽ നമ്മൾ എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ 3 പേർക്കും ഒരുപോലെ നമുക്ക് റിലവൻറ്റ് ഇറലവൻറ്റ് സെമി റിലവൻറ്റ് എന്ന് പറഞ്ഞെടുക്കാൻ പറ്റില്ല. അവരുടെ സ്കോപ്പ് ഓഫ് സർവീസ് അനുസരിച്ചിട്ട് വേണം നമ്മളത് സെഗ്രിഗേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ലെറ്ററിൽ തന്നെ, അതായത് ഈ ലെറ്ററിൽ ഞാനിപ്പോൾ പറഞ്ഞ പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസിൽ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് എന്ന് പറയുമ്പം അവരുടെ റിലവൻറ്റ് ഡേറ്റയ്ക്കകത്ത് വരുന്ന എല്ലാം മെഡിക്കൽ കേസസ്, അവരുടെ ഡയഗ്നോസ്, എന്തുകൊണ്ട് സർജറി ചെയ്തു, പിന്നെ എങ്ങനെ മാനേജ് ചെയ്തു, ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, ഇനി എന്ത് മെഡിക്കേഷനാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലാസ്റ്റത്തെ പാരഗ്രാഫ് വരുമ്പം ഡിസ്ചാർജ് പ്ലാനിൽ വരുമ്പം വൂണ്ട് ഡ്രസ്സിങ്, മെഡിക്കേഷൻ കംപ്ലയൻസ്, ഫ്ലൂയിഡിൻ്റെ കാര്യം, എക്സസൈസിൻ്റെ കാര്യം, ഫോളോ അപ്പിൻ്റെ കാര്യം, സ്റ്റേപ്പിൾസ് റിമൂവൽ ചെയ്യും, സ്യൂച്ചർ റിമൂവൽ, ഇതെല്ലാം തന്നെ നമുക്ക് റിലവൻറ്റ് ഡേറ്റയാണ്. പക്ഷേ അതേസമയം ഈ ഒരു പേഷ്യൻറ്റിന് ഒരു വലിയൊരു ഫാമിലി ഉണ്ട്, ആ പേഷ്യൻ്റ് സർജറി കഴിഞ്ഞതാണ്, ഇനി ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സോഷ്യൽ സർവീസ്, അതായത് ഫിനാൻഷ്യലി സപ്പോർട്ടോ സോഷ്യൽ സർവീസസ് ഒക്കെ ഉദ്ദേശിച്ച് നമ്മളൊരു ലെറ്റർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്താണ്, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലാണ് റിലവൻറ്റ് ഡേറ്റ വരുന്നത്. അതായത് അവർ വലിയൊരു ഫാമിലിയാണ്, കുറേ മെമ്പേഴ്സ് ഉണ്ട്, ഇയാൾ മാത്രമാണ് ബ്രെഡ് വിന്നർ, അവരൊരു റെൻ്റൽ ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നത്, അവർക്ക് ഫാമിലി ഡോക്ടറില്ല, അതുപോലെ തന്നെ വൈഫിന് വേറെ ജോലിക്ക് പോകുന്നില്ല, പിന്നെ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ച് കുറവാണ്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ വർക്കറിന് എഴുതുന്ന ലെറ്ററിൻ്റെ റിലവൻറ്റ് ഡേറ്റയ്ക്കകത്ത് വരുന്നത്. ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി നഴ്സിന് എഴുതുമ്പോൾ ഇതൊന്നും വലുതായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഇതേ സമയം നമ്മൾ ഈ ലെറ്റർ തന്നെ ഒരു ഫിസിഷ്യൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒന്നും ആവശ്യമേ വരുന്നില്ല, സിമ്പിളായിട്ടുള്ള കണ്ടൻറ്റ് മാത്രമേ നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അക്കോർഡിംഗ് ടു ദ റീഡർ എപ്പോഴും അതാണ് നിങ്ങളുടെ മൈൻഡിലിരിക്കേണ്ടത്. റൈറ്റിംഗ് ടാസ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, അവിടുന്ന് മനസ്സിലാക്കുക ആർക്കാണ് എഴുതുന്നത്, അവരുടെ സ്കോപ്പ് ഓഫ് സർവീസ് മൈൻഡിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി റീഡ് ചെയ്യുമ്പം എപ്പോഴും നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം നിങ്ങൾ ആർക്കാണ് എഴുതുന്നത്, എന്തിനു വേണ്ടിയാണ് എഴുതുന്നത്, അതെപ്പോഴും മൈൻഡിൽ വെച്ചിട്ട് വേണം അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി. ആ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലെറ്ററിൽ വരാവുള്ളൂ. അതുകൊണ്ടാണ് അണ്ടർലൈൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ മൊബൈലിൽ നോക്കി പഠിക്കാതെ മാക്സിമം നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഫാർ ബെറ്റർ. ഒരു 10 ലെറ്റർ നിങ്ങൾ അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 100 ലെറ്റർ നിങ്ങൾ ചുമ്മാ ജസ്റ്റ് മൊബൈലിൽ നോക്കി ചെയ്യുന്നതിൻ്റെ ഈക്വൽ ആയിരിക്കും. അങ്ങനെ വെറുതെ ചെയ്ത് സമയം കളയാതെ കുറച്ചൊരു പ്രിൻ്റ് ഔട്ട് അതൊന്നെടുത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിലല്ല എക്സാം വരുന്നത്, അതുപോലെ ലാപ്ടോപ്പിലോ അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കില്ലല്ലോ, നമ്മൾ മാക്സിമം എല്ലാവരും തന്നെ പേപ്പർ എക്സാം ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേപ്പർ വന്നു കഴിയുമ്പോൾ നിങ്ങളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് സ്റ്റക്കായി പോകും. സോ എപ്പോഴും നിങ്ങൾ പേപ്പർ എടുത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എക്സാമിന് പോകുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ കിട്ടും. നിങ്ങളെങ്ങനെയാണോ പഠിച്ചു വന്നത് ആ ഒരു സെയിം ഫ്ലോയിൽ
പോയിക്കൊണ്ടേയിരിക്കും. സോ റിലവൻറ്റ് ആൻഡ് സെമി റിലവൻറ്റ് ആൻഡ് ഇറലവൻറ്റ് ഡേറ്റ ഒരിക്കലും തെറ്റിച്ച് കളയില്ല. നിങ്ങളിത് തെറ്റിച്ച് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ലെറ്റർ ഫോൾട്ടായി പോവും. അപ്പോൾ അവിടെ ബി സ്കോർ കിട്ടാനോ C+ കിട്ടാനുള്ള ചാൻസ് ഒട്ടും തന്നെ കാണത്തില്ല. സോ അതായത് ഇറലവൻറ്റ് ഡേറ്റ നിങ്ങൾ ലെറ്ററിൽ എഴുതിയാലോ റിലവൻറ്റ് ഡേറ്റ നിങ്ങൾ എഴുതാതെ പോയാലോ നിങ്ങൾക്ക് സ്കോർ ഒത്തിരി കുറഞ്ഞു പോകും. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ സെഗ്രിഗേഷനിൽ ഓർത്തിരിക്കേണ്ടത്. സോ ജസ്റ്റ് പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഞാൻ പറഞ്ഞ രീതിയിൽ വായിച്ച് നോക്കുക, അണ്ടർലൈൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ലെറ്റർ എഴുതി തുടങ്ങുക. അപ്പോൾ അതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ലാസ്റ്റ് റെക്കമെൻഡേഷൻ പാരഗ്രാഫ് അതായത് ഡിസ്ചാർജ് പ്ലാൻ്റെ അവിടെ വരുമ്പം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നതിൽ കൂട്ടത്തിൽ തന്നെ പ്രയോറിറ്റി അനുസരിച്ച് നമ്പർ ഇട്ട് പോവുക. ഏതിനാണോ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് 1, 2, 3 എന്ന് അവിടെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്പർ ഇട്ട് പോയിട്ട് പിന്നെ ലെറ്റർ എഴുതാൻ തുടങ്ങുക. ആദ്യം തന്നെ ജസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് ഒരിക്കലും ലെറ്റർ എഴുതാൻ പോകരുത്, അത് കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആയിരിക്കും. സോ ഇതുപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും വായിച്ച് നോക്കണം. അതായത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് പെൻസിലൊന്നും ടച്ച് ചെയ്യാനേ പറ്റില്ല, ജസ്റ്റ് വായിച്ച് നോക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അതേപോലെ പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് 5 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് പെൻസിലൊന്നും ടച്ച് ചെയ്യാതെ വായിക്കുക, ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോകുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാര്യം എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെൻസിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടാമത് ഒരു പ്രാവശ്യം വായിച്ചു പോയി. അടുത്ത ഒന്നും കൂടെ നിങ്ങൾ ലെറ്റർ എഴുതി വരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ റീഡ് ചെയ്യും. സോ ടോട്ടൽ നിങ്ങൾ 3 പ്രാവശ്യം എന്തായാലും ആ ഒരു കേസ് നോട്ട് വായിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു മിനിമം ഒരു 3 പ്രാവശ്യം വായിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ആ ലെറ്റർ കറക്റ്റായിട്ട് ഭംഗിയായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് റിലവൻറ്റ് ഡേറ്റ, സെമി റിലവൻറ്റ് ആൻഡ് ഇറലവൻറ്റ് ഡേറ്റ വായിക്കുക, അണ്ടർലൈൻ ചെയ്യുക, എഴുതുക. Okay, thank you for watching. We will see with another one informative video. Until then, bye.